എന്താ മോളെ രാവിലെ തന്നെ? അച്ഛൻ പോരുന്നുണ്ടോ മോർണിംഗ് എക്സസൈസിന്? ജോഗിങ്, വയറുറയ്ക്കാം. അതൊക്കെ മോളുടെ പ്രായത്തിലുള്ളവർക്ക് മതി. ഇത് സ്റ്റീൽ ബോഡിയാ. സ്റ്റീല് തുരുമ്പിച്ചു തുടങ്ങിയെന്ന് മാത്രം. മോളെ, ആ പൂക്കുറ്റിയെ കൂടെ വിളിച്ചോളൂ. ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ടമ്മേ, എനിക്ക് കൂട്ടിന് ഒരാൾ ഇപ്പൊ എത്തും. അതാരാ? അതൊരു പുതിയ പ്രതിഭാസ. നോക്കിക്കോ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു മഹാത്ഭുതം സംഭവിക്കും. ഇതെന്താ? അയ്യോ, മണി 10:30 ഈശ്വര, ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ലല്ലോ. സമയം വൈകിയതല്ല അച്ഛമ്മേ, ചിലരുടെ തലയിലേ വെളിവ് വീണതാ. ഒറ്റ ദിവസം കൊണ്ടോ? അത്ഭുതം തന്നെ. ഇതൊരു തുടക്കം മാത്രം. വെയിറ്റ് ആൻഡ് സീ. ഓഹോ, ലക്ഷ്മി അവൾ മിടുക്കിയ. ഇതിനും ഭേദം ജീവപര്യന്തം ജയിലിൽ കിടക്കുക. 2 ഫോട്ടോ, 1 പാക്കറ്റ് സിഗരറ്റും. ഇതൊന്നും വലിയ ക്രൈം ഒന്നും അല്ല. സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൊരു ജോഗിങ്. ഇത് കണ്ടുപിടിച്ചവൻ ആരാണെങ്കിലും അവൻ മുടിഞ്ഞു പോട്ടെ. എടാ കുട്ടാ, ജീവിതം സുഖിച്ചു കഴിയാനുള്ളത് മാത്രമല്ല, കുറച്ചൊക്കെ അധ്വാനിക്കണം. അത് ഉപദേശിക്കാൻ ഇയാളാരാ? നഴ്സറി ടീച്ചറോ? പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരണ്ടാ നീ ഒപ്പം വന്നപ്പോ ഉപദേശിക്കാൻ വരല്ലേ? ഉപദേശിച്ചൊക്കെ വരും. വാചകം അടിക്കൊണ്ട് ഓർഡറോ പയ്യൻസെ. വിളയല്ലേ, എടാ പോടാന്നൊക്കെ വിളിച്ച് ആട്ടിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും. നിന്നേക്കാ മൂത്താ ഞാൻ എന്ന് വെച്ച് ചേട്ടാന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. പിന്നെ പേടിപ്പിക്കല്ലേ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഒന്ന് പോടാ. അയ്യോ പാവം. നിനക്ക് എന്നോട് ദേഷ്യ, വെറുപ്പാ, മനസ്സുകൊണ്ട് പ്രാഗിട്ടുണ്ടാവും. നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് വീഴ്ചയാ. എന്താ എന്നെ വിളിച്ചേ? എടാ പയ്യൻസേന്ന്. ഇതിനാണ് കുരുത്തക്കേടെന്ന് പറയുന്നത്. ശരി, ഒന്ന് പിടിക്കടാ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഞാൻ അപ്പൊ എന്നോട് സ്നേഹണ്ടല്ലേ? സ്നേഹം? ഇത് സ്നേഹമൊന്നും അല്ല, സഹതാപമാ. അതിഥി അല്ലേ പെണ്ണല്ലേന്ന് കരുതിട്ടാ. മതിടാ നമ്മുടെ വഴക്കൊക്കെ. നമുക്കിനി ഫ്രണ്ട്സ് ആവാം. ഓക്കെ, വാ. എനിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ലടാ. നിനക്കറിയില്ല, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ബോർഡിങ്ങിൽ നിന്നും വല്ലപ്പോഴും ഫ്ലാറ്റിലെത്തിയ പിന്നെ ജനലിലൂടെ കാണുന്ന ഇത്തിരി ഭൂമിയും ഒരു കീറ ആകാശവും മാത്രം എന്റെ ലോകം. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലടാ. വാ നന്ദു. ഓടിക്കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ഇല്ല. വേണം ഇരുന്ന് ഫ്രണ്ട്സ് ആവാം. പ്ലീസ് വാടാ. ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ്. ഓക്കെ, സത്യം? സത്യം. എന്നാ ഓക്കേ. അയ്യോ, ഒന്ന് കറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ്. മീരയ്ക്ക് വലിയ ഇഷ്ടമാണ്. നാട് മുഴുവൻ ചുറ്റിക്കണ്ടു ഞങ്ങൾ 2 പേരും കൂടെ. നൈസ് ഡേ അല്ലേ മീര? ഷോ, അത് മറന്നു. ഫ്രണ്ട്സ്, മീറ്റ് മിസ് മീര ഫ്രം കാൽക്കട്ട. ഹലോ. ഞാൻ Oh, sorry, just a minute. Yeah. Hi, what a surprise. ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. 100 ആയിസാട്ടോ. പിന്നില്ലേ, ഒരുപാട് പറയാനുണ്ട്. Yeah, it's quite fantastic. Nice place. മുഴുനീള ഇംഗ്ലീഷ് ആടാ വെച്ച് കാച്ചനെ, തന്തപ്പടിയാവും. അതേടാ, റിയലി ഫാന്റാസ്റ്റിക്. സത്യാടാ. തന്തപ്പടിയെ ഡാന്ന് വിളിക്കൂ. ഇനി കൽക്കട്ടയിൽ അങ്ങനെയാണെങ്കിലോ? തന്തപ്പടിയല്ല അല്ലേ? ആര്? പിന്നെ എന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ, പരിചയപ്പെട്ടോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ പറഞ്ഞ പോലെ മീര ഇവൻ എന്റെ ബെസ്റ്റ്. നോ, ലെറ്റ് മീ ട്രൈ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാട്ടുകള്ളന്മാരാ നന്ദു. പക്ഷേ ഒന്നിനും ഗട്ട്സ് ഇല്ല. നോക്കട്ടെ. Yes, this is Bobbin. Yes. മീശ ഇല്ലെങ്കിലും കയ്യിലിരിപ്പ് മോശം.
രാധ എന്ന രാധാകൃഷ്ണൻ. രാധയ്ക്ക് വല്ലാണ്ട് നാണം വരുന്നുണ്ടല്ലോ. അത് മിസ്റ്റർ മീര എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടാ. ആണുങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കിയാ രാധയ്ക്ക് നാണം വരില്ലേ? ഓ കൊള്ളാം, 2 മാർക്ക്. ഓ ഗിരി എന്ന ഗിരിധരൻ നന്ദിയുള്ളവനാ. പക്ഷേ പെൺപട്ടി ഒരു വീക്ക്നെസ് അല്ലേ? ഓ ബുൾഗാൻ മാൻ, ജീനിയസ് മിസ്റ്റർ ഗോപൻ. പക്ഷെ ആളൊരു മണ്ടന. മീര കലക്കി. നീ പറഞ്ഞത് വെച്ചൊരു ഗസ് അടിച്ചല്ലേ? ഓക്കെ, വി ആർ ഫ്രണ്ട്സ്. ഞാൻ മീര, ഹോം സയൻസ്, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഒന്നും കുറച്ചുകൂടെ, ഒന്നെങ്കിലും. പോടാ, ഞാൻ ഡാവടിക്കാറില്ല. അല്ല, നിങ്ങൾ എന്നെ ക്ലബിലേക്ക് ക്ഷണിച്ചില്ല. ഷുവർ, യു ആർ വെൽക്കം. താങ്ക് യു. അതെ എന്താ അത്? ഏത്? അത് അതോ, അത് നമ്മുടെ മനക്കലെ വാസുവേട്ടന്റെ ഫാമിലി ഫോട്ടോയാ. മാറ്. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് കൊള്ളാം. വാസുവേട്ടന്റെ മൂത്ത മോളാ. എനിവേ, എനിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടായി. നിങ്ങളെ മാത്രമല്ല, ഈ നാടും. കുന്നുകൾ, മലഞ്ചെരിവുകൾ, പുഴകൾ, തടാകങ്ങൾ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ ഒരു സുഹൃത. കിളിയായി പറക്കാനും മീനായി നീന്താനും പൂവായി വിരിയാനും തോന്നുന്നു. ഈ വണ്ടിയിൽ ഇവിടേക്കൊന്ന് എത്തിപ്പെടാൻ 4 ദിവസം എടുത്ത നിലയ്ക്ക് ഇനി ടൗണിലേക്കൊന്ന് എത്താൻ എത്ര നോട്ടിക് മൈൽ തുഴയേണ്ടി വരുമെന്ന് എൻ്റെ ടെൻഷൻ. ഇന്ന് എത്തുവാടാ. കാറ്റിന്റെ ഗതി അനുകൂലമാണെങ്കിൽ മിക്കവാറും ഇന്ന് തന്നെ എത്തിയേക്കും. കേറ്. എന്റെ മേലേക്കാവിലമ്മേ, ഈ ചങ്ങാട് എങ്ങനെയെങ്കിലും ഇന്ന് ടൗണിൽ എത്തിച്ചേരണേ. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര തുടങ്ങാം, അല്ലേ? പൂക്കുറ്റിയുടെ വെടിപൊട്ടി, ഇനി രക്ഷയില്ല. മോശമായി പോയി. മീരമോൾക്ക് വിഷമമായി കാണുമല്ലേ ലക്ഷ്മി? ഏയ്, കേമാവുക ചെയ്തത്. രാജകലയുടെ മഹത്വം അത്രയ്ക്കുണ്ടല്ലോ. മാത്രോ അതും തള്ളി വീട്ടിലെത്തിക്കാനുള്ള യോഗം കൂടി ഉണ്ടായല്ലോ എന്നാ. വിരുന്ന് വന്നവരെ നാണം കെടുത്താണ്ട് നോക്കണമെന്ന് എനിക്ക് മാത്രം വിചാരമുണ്ടായ പോരല്ലോ. ആ കുട്ടി വന്ന പാടെ മുറി അടച്ചിരിക്കണതാ. അത് കരയാവും. കണ്ണീരെന്താന്നറിയാത്ത കുട്ടിയല്ലേ. ഒന്ന് കരയാൻ കൽക്കട്ടയിൽ ഇവിടം വരെ വരേണ്ടി വന്നല്ലോ. അതാ കഷ്ടം. എടാ പയ്യൻസ്, പറയട്ടെ, കാലങ്ങളെ നീ തലകുത്തി മറിഞ്ഞിട്ടും കിട്ടാത്തൊരു കാര്യം ഞാൻ ഒരു ഞൊടിയിടയിൽ സാധിപ്പിച്ചു തരട്ടെ. അതെന്ത് കാര്യം? അതിനുവേണ്ടി നീ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒക്കെ നടത്തിയിട്ടുള്ളതാ. നിരാഹാരം കിടന്നിരിക്കാനും സാധ്യതയുണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതെന്ത് കാര്യം? എന്റെ അമ്മേ, ഇനി ഇവിടെ ഒപ്പിക്കൂ. എന്നോട് മിണ്ടാൻ വരണ്ട. ചമ്മിയത് ഞാനാ. മുല്ലശ്ശേരിയിലെ ആംബുലൻസ് നോക്കി ആൾക്കാര് കളിയാക്കണ. അച്ഛനൊന്നും പറയണ്ട. ഇത്രയും വലിയ തറവാടാ വീടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല കാറുണ്ടോ ഈ മുറ്റത്ത്? ഒന്ന് പുറത്തു പോണെങ്കിൽ ആകെ ഒരു തകരക്കൂട് മാത്രമുണ്ട്. വഴി കിടക്കുന്ന രാജകല. അയ്യോ, എന്റെ മോളെ അങ്ങനെ പറയല്ലേ. അതെന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന് വണ്ടിയാ. ഉപേക്ഷിക്കാൻ മനസ്സ് വരണില്ല. അതിനിത് വിൽക്കാതെയും വാങ്ങാമല്ലോ. അച്ഛനാ, നീ എന്നെ തൊലച്ച് അടങ്ങൂ. മോളുടനെ പോവുകല്ലേ, പിന്നെന്തിനാ പുതിയൊരു കാറ്? ഇതാ ഞാൻ പറഞ്ഞ അച്ഛൻ ഈ പറയണ സ്നേഹമൊന്നുമില്ല. ഈ തറവാട്ട് മഹിമയ്ക്ക് മുറ്റത്തൊരു ലേറ്റസ്റ്റ് വണ്ടിയെ കിടക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നന്ദുവിന് ഒരു ബൈക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മുടെ മനയത്തെ ശിവശങ്കറിന് ബൈക്കിന്റെ ഏജൻസി ഇല്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, വണ്ടി ഇപ്പം മുറ്റത്തെത്തും. അതിന് അല്ല, അത് ഇപ്പൊ എന്ത് വരും?
ഇപ്പൊ ഇനി കണക്ക് കൂട്ടിയും കഴിച്ചും വരുമ്പോഴേക്കും കാര്യം നടക്കില്ല. നീ ഒന്ന് വിളിച്ചു പറയാ അച്യുതാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചു പറ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ വിളിച്ച് പറയാൻ പോവാ. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തുതേ. നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടെടുത്ത് പോയിക്കോളൂ. അമ്മേ അവര് പോട്ടാ പൂക്കുറ്റി. മക്കളെ വേഗം വിട്ടോ വിട്ടോ. ഞങ്ങള് ദൂരെ എത്തിക്കഴിഞ്ഞിട്ട് വിട്ടാ മതി അച്ഛൻ. അത്രേ ഉള്ളൂ. വേഗം വിട്ടോ. ഓ എന്തൊരു സ്പീഡാ. ഇയാക്കെന്താ തല തിരിഞ്ഞു പോയോ? പ്രായ കൂടുതലൊന്നും നോക്കൂല ഞാൻ. 2 കാലം തൊട്ട് വന്ന് കീറും. നല്ലൊരു കാര്യം വെടിവെച്ച് കൊളാക്കാൻ പറ്റാത്തുള്ള ചൊറിച്ചില നിനക്ക്. ഇനി പോയി തലങ്ങും വിലങ്ങും വെടിവെച്ചോ. വേണ്ടപ്പോ നിന്നെ ഞാൻ ചങ്ങലക്കിട്ടോളാം. അതിനുമുമ്പ് ഗീതാവാരസരായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ ഡീസന്റ് ആക്കി തരാം. അമ്പലം വിഴുങ്ങി. അമ്പലം മാത്രമല്ല, നിന്റെ അച്ഛനെയും വിഴുങ്ങും ഞാൻ. പോടാ പേപ്പട്ടി. പതുക്കെ. നീ എന്നെ വല്ലയിടത്തും തട്ടിയിടുവോ? എന്റെ ധൈര്യത്തിലെ ബൈക്ക് വാങ്ങി തന്നെ അത് മറക്കണ്ട. ആ അതൊക്കെ ശരി. പക്ഷെ അതും പറഞ്ഞ് എന്നെ നിയന്ത്രിക്കാൻ വരല്ലേ. കൊമ്പ് ഞാൻ ഒടിക്കും. പിന്നെ അയ്യടാ. പതുക്കെ. എന്താ? എന്തു പറ്റി? എന്താ കാര്യം പറ. ഹലോ. ആ ഓ സോറി, ഞാൻ ബിസി ആയിരുന്നു. ഗൗതം, കോൾ മീ ലേറ്റർ, ഓക്കെ? കം ഓൺ മീര, പോവാം. നോ, ഞാനില്ല. നീ പൊയ്ക്കോ.